എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് പേജിലുള്ളതാണ്. പുവർ ഡിമാൻഡ് ഹിറ്റ്സ് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇത് GS3 എക്കണോമി എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ന്യൂസാണ്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ എ സർജ് ഇൻ റാഡിക്കൽ ഗവൺമെൻറ്റ്സ് ദ ഹോപ്പ് ഓഫ് ഡെമോക്രസി. ഇത് നമ്മൾക്കറിയാം, ഇപ്പോൾ കറണ്ട് കേസ് സിനാരിയോയിൽ സിറിയയിൽ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലൊക്കെ ഒരു ഇസ്ലാമിക് റാഡിക്കലിസം പ്രൊമോട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റ്സ് ആണ് വന്നേക്കുന്നത്. താലിബാൻ അതുപോലെ തന്നെ അൽഖയ്ദയുടെ സപ്പോർട്ടുള്ള ഗവൺമെൻറ്റ്സ്, അങ്ങനെയുള്ള HTS പോലത്തെ ഗവൺമെൻറ്റൊക്കെയാണ് പവറിൽ വന്നേക്കുന്നത്. അപ്പോൾ GS2 ഇൻ്റർനാഷണൽ റിലേഷൻസ് റിലേറ്റഡ് ആയിട്ട്, അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്റ്റാൻഡ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഗവൺമെൻറ്റ്സിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹൗ ഈസ് TRAI ആൻഡ് ദ ഗവൺമെൻറ് കോമ്പാറ്റിംഗ് സ്പാം. നമുക്കറിയാം GS2 പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള സ്പാം കോൾസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഫോൺ വിളിക്കുമ്പോഴേക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, ഇന്ന പോലത്തെ സ്കാമുകൾ വരുമ്പോഴേക്കും അത് അവോയ്ഡ് ചെയ്യണം. ഇതിന് 1930 എന്ന് പറയുന്ന നമ്പറിലോട്ട് നമ്മൾ മെസ്സേജ് അയക്കണം, ഈ സ്പാം നമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അപ്ഡേറ്റ്സ് വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ് ഗവൺമെൻറ് ഭാഗത്ത് എടുക്കുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത്. അപ്പോൾ പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണിത്. ഓക്കെ, പിന്നെ ഉള്ളത് വാട്ട് ഡിഡ് ദ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ റിപ്പോർട്ട് സ്റ്റേറ്റ് അബൌട്ട് ഇൻ്റർനാഷണൽ മൈഗ്രൻസ്. ഇത് GS2 ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഇതിനകത്ത് കൂടുതൽ നമുക്ക് ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ന്യൂസാണ്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ ബേസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പുവർ ഡിമാൻഡ് ഹിറ്റ്സ് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ്. Recent data on private sector investments in India highlights significant challenges faced by domestic investors, reflecting a sluggish economic recovery in the wake of high inflation, increased input cost and geopolitical uncertainties. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, റിലേറ്റഡ് ടു ദ ഡിപ്പ് ഇൻ പ്രൈവറ്റ് സെക്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റിലെ റീസൺസ്, ഗവൺമെൻറ്റിൻ്റെ റോള് ഈ എക്സ്പെൻഡിച്ചർ കൂട്ടാൻ ഡ്രൈവിങ്. നമുക്കറിയാം ഗവൺമെൻറ് സ്പെൻഡിങ് കൂടുമ്പോഴാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തും വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ കീ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഡിക്ലൈൻ ഇൻ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഡൊമസ്റ്റിക് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെൽ ബൈ 1.4% ഇൻ തേർഡ് ക്വാർട്ടർ ഓഫ് ഫൈനാൻഷ്യൽ ഇയർ 2025 കമ്പയർഡ് ടു ദ പ്രീവിയസ് ക്വാർട്ടർ. ഓക്കെ, ഒരു വർഷത്തെ നമ്മൾ 4 ക്വാർട്ടറായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 3 മാസം വെച്ചാണ് ഓരോ ക്വാർട്ടറും വരുന്നത്. ഓക്കെ, അതിൽ തേർഡ് ക്വാർട്ടറിൽ നമുക്ക് ഡിക്ലൈൻ ഉണ്ടായിരുന്നു 1.4%. ഓക്കെ, ദ റിഡക്ഷൻ ഇൻ ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് ഫ്രം പ്രൈവറ്റ് പ്ലെയേഴ്സ് ഇൻഡിക്കേറ്റ്സ് എ കോഷ്യസ് അപ്രോച്ച് എമിഡ്സ്റ്റ് എക്കണോമിക് അൺസർട്ടനിറ്റീസ്. പിന്നെ ഗ്രോത്ത് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ് ക്യാപിറ്റൽ സ്പെൻഡിങ് ഗ്രൂ സിഗ്നിഫിക്കൻ്റ്ലി, ലിഫ്റ്റിംഗ് ദ ഓവറോൾ ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ദ എക്കണോമി ബൈ 9.9% in third quarter. Okay, infrastructure and new electricity projects show notable growth, contributing to a rise in new investment projects. ഓക്കെ, നമുക്കറിയാം ഗവൺമെൻറ് സ്പെൻഡിങ് കൂടിയിട്ടുണ്ട്. ഗവൺമെൻറ് സ്പെൻഡിങ് കൂടിയത് കൊണ്ട് മാത്രം ഏകദേശം നമുക്ക് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏകദേശം 9.9% ഗ്രോത്ത് ഉണ്ട്. സെക്ടർ അനാലിസിസ് പറയും ദ കൺസ്ട്രക്ഷൻ ആൻഡ് ഓട്ടോമൊബൈൽ സെക്ടേഴ്സ് reported deep contractions in fresh outlays. On the other hand, sectors like mining, irrigation and pharmaceuticals experienced growth driven primarily by state government initiatives. State ലെവലിലുള്ള കോൺട്രിബ്യൂഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്സ് ഹാവ് പ്ലേഡ് എ പിവറ്റൽ റോൾ ഇൻ ഡ്രൈവിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോത്ത്, വിത്ത് രാജസ്ഥാൻ എമേർജിംഗ് ആസ് എ ലീഡർ ഇൻ ഫ്രഷ് പ്രോജക്റ്റ് ഔട്ട്ലേസ്. മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്തിൻ്റെ കേസിലാണെങ്കിൽ അവരാണ് ടോപ്പ് കോൺട്രിബ്യൂട്ടേഴ്സ് ആയിരുന്നത് സെക്കൻഡ് ക്വാർട്ടറിൽ. സോ എ സ്ട്രേറ്റ് ഡിക്ലൈൻ ഇൻ തേർഡ് ക്വാർട്ടർ, വൈൽ തമിഴ്നാടുസ് ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റ്നസ്ഡ് എ സിഗ്നിഫിക്കൻറ്റ് ഡ്രോപ്പ്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ചാലഞ്ചസ് എന്താണ്? ദ പുവർ പെർഫോമൻസ് ഓഫ് ദ പ്രൈവറ്റ് സെക്ടർ ഈസ് ആട്രിബ്യൂട്ടഡ് ടു എ വീക്ക് കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ്, ഹൈ ഇൻഫ്ലേഷൻ ആൻഡ് ഇൻപുട്ട് കോസ്റ്റ്. Despite these challenges, the outlook of financial year 2026 remains optimistic, while expected easing of inflation and policy interventions aimed at boosting private ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പം ഇതിൽ പോളിസി അല്ലെങ്കിൽ ഗവർണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് എന്താണ്? ഒന്ന്, സ്റ്റിമുലേറ്റിംഗ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റീജുവനേറ്റ് ചെയ്യുക, അതായത് ഒന്നുകൂടെ എൻകറേജ് ചെയ്യുക. ഇറ്റ് ഈസ് ഇംപറേറ്റീവ്
for the government to create a conducive business environment, reduce inflationary pressures, and enhance policy support. പിന്നെ എൻഹാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്, കണ്ടിന്യൂഡ് ഫോക്കസ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ക്യാൻ കാറ്റലൈസ്, അതായത് എക്കണോമിക് ഗ്രോത്ത് കൂട്ടാനായിട്ട് പറ്റും. ക്രിയേറ്റിംഗ് എ മൾട്ടിപ്ലയർ എഫക്റ്റ് അക്രോസ് വേരിയസ് സെക്ടേഴ്സ്. പിന്നെ സ്റ്റേറ്റ് ലെവൽ സ്ട്രാറ്റജീസ് നോക്കുവാണെങ്കിൽ എൻകറേജ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ടു ടേക്ക് പ്രൊആക്റ്റീവ് റോൾസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് ക്യാൻ ഡൈവേഴ്സിഫൈ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് റെഡ്യൂസ് റീജിയണൽ ഡിസ്പാരിറ്റീസ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഡിപ്പ് ഇൻ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് എമിഡ്സ് റോബസ്റ്റ് ഗവൺമെൻറ് സ്പെൻഡിങ് അണ്ടർലൈൻസ് എ ക്രിട്ടിക്കൽ നീഡ് ഫോർ എ ബാലൻസ്ഡ് ഗ്രോത്ത് സ്ട്രാറ്റജീസ്. അപ്പോൾ പോളിസി മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഈ അണ്ടർലൈങ് ഇഷ്യൂസിനെ എല്ലാം അഡ്രസ്സ് ചെയ്യണം. പ്രൈവറ്റ് സെക്ടർ ഗവൺമെൻറ് സ്പെൻഡിങ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലുള്ള സ്പെൻഡിങ് കൂട്ടാനായിട്ട് മാക്സിമം പോളിസി ഡ്രിവൺ ആയിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, സ്ട്രാറ്റജിക് ഇൻ്റർവെൻഷൻസ്, ഫിസിക്കൽ ഇനിഷ്യേറ്റീവ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആർ കീ ടു ഫോസ്റ്ററിങ് എ റിസൈലൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ എഡിറ്റോറിയലുള്ള ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ, അപ്പോൾ അതിൽ അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് എ സർജ് ഇൻ റാഡിക്കൽ ഗവൺമെൻറ്റ്സ് ദ ഹോപ്പ് ഓഫ് ഡെമോക്രസി. Okay, the context. The recent resurgence of radical governments in various regions juxtaposed with the ongoing struggle of democratic ideals highlights a critical global challenge. Okay. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് അപ്പം എന്തൊക്കെ സിനാരിയോസ് ആണുള്ളത്. ഒന്ന്, താലിബാൻസ് റിട്ടേൺ ടു പവർ. താലിബാൻസ് ക്യാപ്ചർ ഓഫ് അഫ്ഗാനിസ്ഥാൻ ഇൻ 2021 മാർക്ക്ഡ് എ സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റ് ഇൻ റീജിയൻസ് പവർ ഡൈനാമിക്സ്. Despite promises of inclusive governance, the Taliban track record of human rights violations, especially against women and minorities, cast doubts on their intentions. The implications of US withdrawal. The withdrawal of US troops left a power vacuum, with China and Russia strategically aligning with the Taliban. The international community's response to Taliban's resurgence has been mixed, with debates on recognizing their governance. പിന്നെ റൈസ് ഓഫ് എക്സ്ട്രീമിസം ആണ്. അതായത് റാഡിക്കൽ ഗ്രൂപ്പ്സ് ലൈക്ക് അൽ ഖ്വയ്ദ ആൻഡ് ISIS continue to influence geopolitics, particularly in Syria and Bangladesh. The rise of hardline factions in these regions pose a significant threat to regional stability and global security. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ സെക്യൂരിറ്റീനെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? The resurgence of extremist groups has direct implications for India, especially concerning cross-border terrorism and regional peace. India's diplomatic stance, as evidenced by UN engagements, emphasizes the importance of countering terrorism and promoting democratic values. അപ്പോൾ ഗ്ലോബൽ റെസ്പോൺസ് ടുവേർഡ്സ് റാഡിക്കലിസം എന്താണ്? ഗ്ലോബൽ കമ്മ്യൂണിറ്റീസ് അപ്രോച്ച് ടു ഡീലിംഗ് വിത്ത് റാഡിക്കൽ ഗവൺമെൻറ്റ്സ് റേഞ്ചസ് ഫ്രം മിലിറ്ററി ഇൻ്റർവെൻഷൻസ് ടു ഡിപ്ലോമാറ്റിക് നെഗോസിയേഷൻസ്. The effectiveness of these strategies in curbing extremism and fostering democracy remains a subject of ongoing debate. അപ്പം പോളിസി അതുപോലെ തന്നെ ഗവേണൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സ്ട്രെങ്തനിങ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു ബോൾസ്റ്റർ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എൻഷുർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ടു കൗണ്ടർ ദ റൈസ് ഓഫ് റാഡിക്കൽ ഗവൺമെൻറ്. പിന്നെ റീജിയണൽ കോപ്പറേഷൻ ആണ്. എൻഹാൻസ് റീജിയണൽ കോപ്പറേഷൻ പെർട്ടിക്കുലർലി എമംഗ് സൗത്ത് ഏഷ്യൻ നേഷൻസ് ഈസ് എസെൻഷ്യൽ ടു അഡ്രസ് ദ ഷെയർഡ് ത്രെറ്റ്സ് പോസ്ഡ് ബൈ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്സ്. പിന്നെ കോംപ്രിഹെൻസീവ് കൗണ്ടർ ടെററിസം സ്ട്രാറ്റജീസ്, അതായത് ഡെവലപ്പ് ചെയ്യുക, അതായത് ഇൻക്ലൂഡ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. അതായത് നമുക്കറിയാം ഇപ്പം ഫൈനാൻഷ്യലി ഒക്കെ പുവറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഫൈനാൻഷ്യൽ എയ്ഡ് കൊണ്ടുവരിക, അവരെ സോഷ്യൽ സ്റ്റാറ്റസിൽ അപ്ഗ്രേഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവരിക ടു ഹെൽപ്പ് മിറ്റിഗേറ്റ് ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജി എസ്പെഷ്യലി എമംഗ് യൂത്ത്. ഓക്കെ, പിന്നെ റോൾ ഓഫ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ലൈക്ക് UN play pivotal role in mediating conflicts and supporting democratic transitions in regions affected by radicalism. കൺക്ലൂഷൻ നമ്മൾ പറയുകയാണെങ്കിൽ the resurgence of radical governments present a complex challenge that requires a multi-phased response, promoting democratic values, ensuring regional stability, and addressing the root causes of extremism are essential for fostering a more peaceful and equitable world. Policymakers must remain vigilant and proactive in their efforts to counter radical ideologies and support democratic governance. Okay,
അപ്പം നമ്മൾ ആൻസർ എഴുതുമ്പോൾ നമുക്കറിയാം ഡെമോക്രസി ഈസ് എ വാല്യൂ ദാറ്റ് വി പ്രൊമോട്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഹൗ ഈസ് TRAI Telecom Regulatory Authority of India and the government combating spam? The issue of unsolicited commercial communication, spam, has been a growing concern impacting consumer privacy and security. The Telecom Regulatory Authority of India is at the forefront of combating spam through various regulatory measures and innovative technologies such as blockchain. ഓക്കെ, അപ്പം TRAയുടെ റോൾ എന്താണ് ഈ സ്പാം റെഗുലേറ്റ് ചെയ്യുന്നത്? TRAI is responsible for regulating the telecom industry, focusing on unsolicited commercial communications, the primary source of spam. The Do Not Disturb (DND) registry, implemented in 2007, is a significant step towards empowering consumers to block spam communications. പിന്നെ advancements in anti-spam measures. TRAI introduced the Telecom Commercial Communication Customer Preference Regulation. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം എന്തൊക്കെ മെഷേഴ്സാണ് ഇപ്പോൾ ഉള്ള ഓൺലൈൻ സ്കാമിങ് അല്ലെങ്കിൽ ഫോൺ ത്രൂ ഉള്ള സ്കാംസിനൊക്കെ ഗവൺമെൻറ് തലത്തിലെടുക്കുന്ന മെഷേഴ്സ് എന്ന് ചോദിച്ചാൽ ഈ പോയിൻറ്റ്സൊക്കെ ഇറ്റ്സ് വാലിഡ്. എൻഹാൻസിങ് ഫ്രെയിംവർക്ക് ഓഫ് ഹാൻഡ്ലിംഗ് സ്പാം. The DND registry has been updated and consumers can now register their preferences through a dedicated app, making it easier to manage spam. പിന്നെ challenges in combating spam. The nature of spam is evolving, with fraudulent calls and messages becoming more sophisticated, posing risk of financial security. The use of disposable phone numbers and internet-based voice services adds complexity to tracking and preventing spam. പിന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇൻ ഫൈറ്റിംഗ് സ്പാം നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ചെയിൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി is being leveraged to create a transparent, immutable system for managing consumer preferences and tracing commercial messages. Okay, by storing records such as OTPs and transaction data on the blockchain. TRAI aims to make it harder for unauthorized telemarketers to bypass anti-spam regulations. പിന്നെ ഇതിലുള്ള എഫക്റ്റീവ്നെസ് എന്താണ് കറണ്ട് മെഷേഴ്സിലുള്ളത്? The implementation of blockchain and other regulatory measures has shown promise in reducing spam, but the constantly changing nature of spam tactics requires continuous adaptation. Okay, emerging technologies such as artificial intelligence has been employed by telecom companies to detect and block suspicious calls, enhancing the effectiveness of anti-spam measures. ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് ഫ്യൂച്ചർ ഡയറക്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ് DOT ലോഞ്ച് ദ സഞ്ചാർ സാത്തി പോർട്ടൽ ടു റിപ്പോർട്ട് ആൻഡ് ആക്ട് അഗെയിൻസ്റ്റ് ഫ്രോഡുലന്റ് കമ്മ്യൂണിക്കേഷൻസ്. പിന്നെ സ്ട്രെങ്തനിങ് ദ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ഇംപ്രൂവിംഗ് കൺസ്യൂമർ അവെയർനെസ് ആൻഡ് ലെവറേജിംഗ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആർ ക്രൂഷ്യൽ ഫോർ ഫ്യൂച്ചർ എഫേർട്സ് ടു കോംബാറ്റ് സ്പാം. ഓക്കെ, ഇംപ്ലിക്കേഷൻസ് ഓഫ് പോളിസി ആൻഡ് ഗവർണൻസ് നമ്മൾ നോക്കുമ്പോൾ സ്ട്രെങ്തനിങ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻസ്, അതായത് പോളിസീസ് ഷുഡ് ഫോക്കസ് ഓൺ എൻഹാൻസിങ് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് എൻഷുറിംഗ് സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെൻറ്റ് അഗെയിൻസ്റ്റ് വയലേറ്റേഴ്സ് ഓഫ് സ്പാം റെഗുലേഷൻസ്. പിന്നെ പ്രൊമോട്ടിംഗ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്, എൻകറേജിംഗ് ദ അഡോപ്ഷൻ ഓഫ് ബ്ലോക്ക് ചെയിൻ ആൻഡ് AI can provide more robust solutions to the spam problem, ensuring scalability and security. പിന്നെ കൊളാബറേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച്, അതായത് കൊളാബറേഷൻ ബിറ്റ്വീൻ ദ ഗവൺമെൻറ് ഏജൻസീസ്, ടെലികോം ഓപ്പറേറ്റീവ്സ് ആൻഡ് ടെക്നോളജി പ്രൊവൈഡേഴ്സ് ഈസ് എസെൻഷ്യൽ ടു ഡെവലപ്പ് കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജീസ് ടു ടാക്കിൾ സ്പാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുമ്പോൾ TRAI's efforts to combat spam, including the adoption of blockchain technology, signify a proactive approach to safeguarding consumer interest. As the nature of spam, അതായത് നമുക്കറിയാം ഇങ്ങനെയുള്ള സ്കാമുകളും സ്പാമുകളും ഒക്കെ കൂടി വരുമ്പോൾ പോളിസി മേക്കേഴ്സും ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. എംബ്രേസിംഗ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ആൻഡ് റീഇൻഫോഴ്സിംഗ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ത്രൂ എ കമ്പൈൻഡ് എഫേർട്ട് ഓഫ് ഗവൺമെൻറ്, ഇൻഡസ്ട്രി ആൻഡ് കൺസ്യൂമേഴ്സ്. The menace of spam can be effectively curtailed, ensuring a more secure and reliable communication environment. ഓക്കെ, അപ്പം നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് വാട്ട് ഡിഡ് ദ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ റിപ്പോർട്ട് സ്റ്റേറ്റ് അബൌട്ട് ഇൻ്റർനാഷണൽ മൈഗ്രൻസ്.
The International Labour Organization recently released its 4th edition of the Global Estimates on International Migrant Workers, offering critical insight into trends regarding international migrants and their participation in the global labor force. അപ്പോൾ അതിലുള്ള ഫൈൻഡിങ്സ് ഇതൊക്കെയാണ്. ഒന്ന്, ഗ്ലോബൽ ഷെയർ ഓഫ് ഇൻ്റർനാഷണൽ മൈഗ്രൻസ് ഇൻ 2022. International migrants constituted about 4.7%, ഏകദേശം 167.7 million of the global labor force. This includes both employed and unemployed international migrants. Okay, the total number has grown significantly from 2013. Okay, പിന്നെ ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ മെയിൽ ആയിട്ടുള്ളവർ ഏകദേശം 61.3% ആണ്. അതുപോലെ തന്നെ ഫീമെയിൽ ആയിട്ടുള്ളവർ 38.7% വരുന്നുണ്ട്. ദ ഗ്യാപ്പ് ഇൻ എംപ്ലോയ്മെൻറ്റ് റേറ്റ്സ് ബിറ്റ്വീൻ ജെൻഡേഴ്സ് ഹാസ് സ്റ്റഡ്ലി റിസൺ സിൻസ് 2015. ഏജ് പ്രൊഫൈൽ നോക്കുമ്പോൾ മജോറിറ്റി ഓഫ് ഇൻ്റർനാഷണൽ മൈഗ്രൻറ്റ് വർക്കേഴ്സിൻ്റെ കേസിൽ 74.7% പ്രൈം ഏജ്ഡ് ആയിട്ടുള്ള അഡൾട്ട്സ് ആണ്. അതായത് ഏകദേശം 25 to 54 ഇയേഴ്സിൻ്റെ ഇടയ്ക്കുള്ളവരാണ്. യൂത്ത് ആയിട്ടുള്ളവർ ഏകദേശം 9% ഉണ്ട്, അതായത് 15 to 24 ഇയേഴ്സിൻ്റെ ഇടയ്ക്കുള്ളത്. 55 ഇയേഴ്സിൻ്റെ മുകളിലുള്ളവർ ഏകദേശം 12.5% ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എക്കണോമിക് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഇൻ്റർനാഷണൽ മൈഗ്രൻസ് ആർ ഹെവിലി കോൺസെൻട്രേറ്റഡ് ഇൻ സർവീസസ്, എസ്പെഷ്യലി ഇൻ റോൾസ് റിലേറ്റഡ് ടു കെയർ പ്രൊവിഷൻ. ഇൻഡസ്ട്രി അക്കൗണ്ട്സ് ഫോർ 24.3%, while agriculture has a smaller share of 7.4%. റീജിയണൽ ട്രെൻഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ ഇൻകം കൺട്രീസ് ഹോസ്റ്റ് ദ മജോറിറ്റി ഓഫ് ഇൻ്റർനാഷണൽ മൈഗ്രൻസ്. ഏകദേശം 68.4% ആൾക്കാരെ ഹോസ്റ്റ് ചെയ്യുന്നത് ഹൈ ഇൻകം കൺട്രീസ് ആണ്, ഡ്രിവൺ ബൈ ഡിമാൻഡ് ഇൻ സർവീസ് ഇൻഡസ്ട്രീസ്. അപ്പർ മിഡിൽ ഇൻകം കൺട്രീസ് അബ്സോർബ് അബൌട്ട് 17.4%, that is about 29.2 million. The share of international migrant workers in North America increased to 22.6%, while Northern, Southern and Western Europe saw smaller increases, ഏകദേശം 23.3%. ജെൻഡർ ഡിസ്പാരിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വുമൺ ഷെയർ ഇൻ ലേബർ ഫോഴ്സ് ഇസ് ലിമിറ്റഡ് ഡ്യൂ ടു ട്രഡീഷണൽ ജെൻഡർ നോംസ് ഇൻ ഹോസ്റ്റ് ആൻഡ് ഒറിജിൻ കൺട്രീസ്, lower representation in prime age employment sectors. The majority of women international migrants are employed in care related jobs. COVID-19 ശേഷം അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ നോക്കുമ്പോൾ the growth rate of international migrant workers dropped between 2019 to 2022 due to pandemic related disruptions. Structural barriers such as stricter immigration policies and health restrictions influence this slowdown. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ILO ഫൈൻഡിങ്സിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന്, എക്കണോമിക് കോൺട്രിബ്യൂഷൻസ്. International migrants are critical for meeting labor shortages and sustaining global economic growth through remittances. പിന്നെ policy implication. The findings underline the need for policies addressing gender disparities, access to decent work and protections of international migrants in the face of global uncertainties. Long term trends നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻറ്റ് ഡിമാൻഡ് ഓഫ് ഇൻ്റർനാഷണൽ മൈഗ്രൻസ് ഇൻ ഹൈ ഇൻകം കൺട്രീസ് ഇൻഡിക്കേറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫോസ്റ്ററിങ് ഇൻക്ലൂസീവ് ലേബർ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ILO റിപ്പോർട്ട് പ്രകാരം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ILO റിപ്പോർട്ട് ഈസ് കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾ മൈഗ്രേഷൻ അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ വരുമ്പം നിങ്ങൾക്ക് ഈ ഡേറ്റ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം അതിന് നിങ്ങൾക്ക് തരുന്ന പോയിൻറ്റ്സ് ഒക്കെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ, അതായത് ജെൻഡർ ഡിസ്പാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വരുമ്പോഴേക്കും ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മൈഗ്രൻസിൻ്റെ ഇടയ്ക്ക് ഇത്ര പെർസെൻറ്റേജ് ആൾക്കാർ മെയിൽസാണ്, അബൌട്ട് 38% മാത്രമേ ഉള്ളൂ ഫീമെയിൽസ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.